നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. കാരണം ഭാഗ്യകർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് സഹായസ്ഥാനത്ത് നിൽക്കുന്ന കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുള്ളൊരു മാസമാണ്. അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. 5ാം ഭാവത്തിൽ ബുധശുക്ര യോഗമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിലും വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിലിരിക്കുന്ന സമയത്ത് ദേഷ്യം കുറച്ച് എടുത്തിയായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റെന്ത് കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിലും ആ സമയമാകുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു മുടക്കം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 7ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ കേതു 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് എന്ത് കാര്യത്തിനും തടസ്സം വരുത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. ലഗ്നത്തിലാണെങ്കിൽ അമൃതപക്ഷ ഘടനകാരകനായിരിക്കുന്ന രാഹു സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. കാരണം 7ാം ഭാവാധിപതി 5ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനോട് യോഗം ചെയ്തിട്ടാണ്. അത് മാത്രമല്ല പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുണ്ട്. കാമുകന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിക്കൂടായികയില്ല. അതുപോലെ തന്നെ ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മാസമാണ്. അതുപോലെ തന്നെ ചെലവ് വർദ്ധിക്കാനായിട്ട് യോഗമുണ്ട്. രണവാൻ എന്ന് പറയുന്നൊരു യോഗം കൊണ്ട് 7 ശനി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ശനിദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. എന്തെങ്കിലും ബാധ്യതകൾ ഉള്ളത് കാരണം കൊണ്ട് മനസ്സമാധാനക്കുറവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എടുത്തിയാട്ടം ദേഷ്യമൊക്കെ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ശത്രു സ്ഥാനാധിപതിയാണ് 4 നിൽക്കുന്നത്. അപ്പോൾ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ഒരു ദുരിതം ഉള്ളത് കാരണം കൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ സുഖം കുറയും, ദേഷ്യം കൂടുകയും എടുത്തിയാട്ടം കൂടുകയൊക്കെ ചെയ്യും. വീട് വിട്ട് നിന്നാൽ വളരെ അനുകൂലമായിരിക്കുന്ന വലിയൊരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിപരീത സ്വഭാവമുള്ളത് കാരണം കൊണ്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ തോന്നുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ടും തൊഴിൽ മേഖലയിലാണെങ്കിൽ വലിയൊരു പ്രശ്നമില്ല. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് നിന്നിട്ടാണ് വീട്ടിൽ നിന്നും വിട്ട് നിന്നിട്ടാണ് പ്രവൃത്തി എടുക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ വരുന്ന 16-ാം തീയതിക്ക് ശേഷം സൂര്യൻ ലഗ്നാൽ 5ാം ഭാവത്തിലേക്ക് മാറും. അപ്പോഴും ടെൻഷനൊന്ന് വർദ്ധിക്കുമെങ്കിലും ഭവന സംബന്ധമായിരിക്കുന്ന ദോഷത്തിനും ശത്രുദോഷത്തിനൊക്കെ ഒരു കുറച്ച് പരിഹാരം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 19-ാം തീയതി 6ാം ഭാവത്തിലേക്ക് ശുക്രൻ മാറും. അപ്പോൾ 19-ാം തീയതി ശുക്രൻ സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനത്തേക്ക് മാറുന്നത് കാരണം കൊണ്ട് തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നും ഉള്ള പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനിട വരിക. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റം, സഹോദരി സ്ഥാനത്തുള്ളവരുടെ പെരുമാറ്റമൊക്കെ കുറച്ച് മാനസികമായിട്ട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. പിന്നെ വ്യാഴം നിൽക്കുന്നത് അപജയസ്ഥാനത്താണ്. അപ്പോൾ ദൈവാധീനക്കുറവ് ചെറുതായിട്ടുണ്ട്. കാരണം 2ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴമാണ് ഇപ്പോൾ 3ാം ഭാവത്തിലേക്ക് മാറിയിട്ടുള്ളത്. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ സാമ്പത്തികമായ നല്ല നേട്ടത്തിന് ഈ മാസത്തിൽ യോഗം കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.